ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സുധി ഹോസ്റ്റലിലോട്ട് മാറി താമസിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നിധിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ദീപയുടെ കൂടെ ഹോസ്റ്റലിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. 3 മാസത്തെ വാടക അഡ്വാൻസായിട്ട് വേണമെന്ന് മാറ്റൻ പറയുന്നുണ്ട്. അങ്ങനെ 1 മാസത്തെ വാടക അഡ്വാൻസായിട്ട് നിധി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിധി വീട്ടിലോട്ട് വരികയാണ്. അതിനു മുമ്പ് നിധി ആലോചിക്കും, എന്തായാലും വെബ്സൈറ്റിൽ ചെന്ന് സുഭാഷ് ചേട്ടനെ കണ്ട് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ സുഭാഷിനെ കാണാനായിട്ട് വെബ്സൈറ്റിലോട്ട് വരികയാണ്. എന്താ മോളെ പെട്ടെന്ന് പതിവില്ലാത്ത പോലെ ഇന്ന് സൈറ്റിലോട്ട് വന്നേന്ന് നോക്കും. സുഭാഷ് ചേട്ടാ, എനിക്കൊരു കാര്യം സുഭാഷ് ചേട്ടനോട് പറയണം. അത് വീട്ടിൽ വെച്ച് പറയാമല്ലോ. വീട്ടിൽ വെച്ച് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. അങ്ങനെ നിധി ഹോസ്റ്റലിലോട്ട് മാറി താമസിക്കുന്നുള്ള കാര്യം സുഭാഷിനോട് പറയുകയാണ്. സുഭാഷ് ചേട്ടൻ തന്നെ എൻ്റെ കൂടെ ഹോസ്റ്റലിലോട്ട് വരണം, എൻ്റെ ഗാർഡിയനായിട്ട് സുഭാഷ് ചേട്ടൻ തന്നെ വരണമെന്ന് പറയും. ചോദിക്കും, മോളെ ഇപ്പം ഇങ്ങനൊരു തീരുമാനം വേണമെന്ന് ചോദിക്കും. വേണം സുഭാഷ് ചേട്ടാ, എനിക്കിനി അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. നിധിയുടെ സംസാരവും കാണുമ്പോഴത്തേക്ക് സുഭാഷിന് പിന്നെ ഒന്നും തിരിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം സ്വന്തം അനിയൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. നിധി ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ താമസിക്കണമെന്നാണ് സുഭാഷിൻ്റെ ആഗ്രഹവും. സുഭാഷ് പറയും, ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു, പിന്നെ മോളുടെ തീരുമാനമാണ്, മോളുടെ ജീവിതമാണെന്ന് പറയും. ഞാൻ മോളുടെ കൂടെ വരാമെന്ന് പറയും. എനിക്ക് വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് പറയും. ശരി, ഞാനും കൂടി വരാമെന്ന് പറയും. അങ്ങനെ നിധിയെയും കൂട്ടിക്കൊണ്ട് സുഭാഷ് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വന്നിട്ട് നിധി സാധനങ്ങളെല്ലാം പറക്കും. അപ്പോൾ നികേഷ് ഉണ്ട് അവിടെ. നികേഷിനോട് പറയും, ഞാൻ ഹോസ്റ്റലിലോട്ട് മാറി താമസിക്കും നികേഷ് എന്ന് പറയും. അപ്പോഴത്തേക്ക് നികേഷിന് നല്ല സങ്കടമുണ്ട്. മാക്സിമം നികേഷ് തടയാൻ ശ്രമിച്ചെങ്കിലും നിധി അതിന് സമ്മതിക്കത്തില്ല. സുഭാഷ് നിധിയെയും കൂട്ടിക്കൊണ്ട് കിളിക്കൂട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാവരും അങ്ങ് കരയുകയാണ് ആ സമയത്ത്. അങ്ങനെ അവിടെ കൊണ്ടുവരും. അവിടെ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം പറയും, മാഡം ഇതാണ് എൻ്റെ ചേട്ടനെന്ന് പറയും. ശരി ലോക്കൽ ഗാർഡിയൻ ഒരു ഫോം ഫില്ല് ചെയ്ത് തരണമെന്ന് പറയും. അങ്ങനെ ഒരു ഫോം കൊടുക്കും. ആ ഫോമൊക്കെ സുഭാഷ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിധി അവിടെ ആക്കിയതിന് ശേഷം സുഭാഷ് സംസാരിക്കുകയാണ്. എന്നിട്ട് മോളെ, ഞാൻ പിന്നെയും പറയുകയാണ്, മോൾക്ക് ഇവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മൂന്നാമതൊന്നും ചിന്തിക്കാൻ നിൽക്കരുത്. മോൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വേണം. മോളെ പ്രതീക്ഷിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുമെന്ന് അവിടെ തന്നെ കാണും. പിന്നെ മോൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്വന്തം ചേട്ടനെന്ന നിലയിൽ എന്നോട് പറയണം എന്ന് പറയും. എനിക്കിവിടെ ഒരു പ്രശ്നമില്ല സുഭാഷ് ചേട്ടാ, ഞാനിവിടെ കംഫർട്ടബിളാണെന്ന് പറയും. ശരി, മോളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറയും. അല്ലെങ്കിൽ പറയുന്നെങ്കിൽ സുഭാഷിന് നല്ല മനസ്സിടറി സങ്കടപ്പെട്ടാണ് സംസാരിക്കുന്നത്. അതിനുശേഷം സുഭാഷ് കുറച്ച് പൈസ എടുത്ത് നിധിയുടെ കൈ കൊടുക്കും. എന്താ സുഭാഷ് ചേട്ടാ ഇത് കുറച്ച് പൈസയാണ്, മോളുടെ കൈ ഇരിക്കട്ടെ, ഹോസ്റ്റലല്ലേ, ഇവിടെ പല കാര്യങ്ങളും പൈസ വേണ്ടി വരും, മോളിപ്പോൾ ജോലിക്ക് കയറിയല്ലേ ഉള്ളൂ. അത്യാവശ്യത്തിന് വേണ്ട പൈസയൊക്കെ എൻ്റെ ഉണ്ടെന്ന് പറയും. അത് കൈ ഇരിക്കട്ടെ, ഇതും കൈ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിധി മേടിക്കത്തില്ല. നിധിയുടെ കൈവെള്ള തുറന്ന് ബലക്കാരമായിട്ട് തന്നെ പൈസ വെച്ച് കൊടുക്കും. മോളിവിടെ താമസിക്കുന്ന ഇരുന്ന് വീട്ടിലോട്ട് വരാതിരിക്കരുത്, എപ്പോഴും എന്നും വീട്ടിലോട്ട് വരണമെന്നൊക്കെ പറയും. ഞാൻ വരാം, എനിക്ക് സമയമുള്ളതൊക്കെ ഞാൻ വീട്ടിലോട്ട് വരാം, ഞാനിവിടെ താമസിക്കുന്നെങ്കിലും എന്ത് കാര്യത്തിനും ഞാൻ അവിടെ ഉണ്ടാവുമെന്നൊക്കെ സുഭാഷിനോട് പറയും. അതിനുശേഷം സുഭാഷ് പോകുന്നവരെ നിധി അവിടെ വാതിൽ നിൽക്കുകയാണ്. അതിനുശേഷം സുഭാഷ് വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് നികേഷ് ഓടി വന്നിട്ട് ചോദിക്കും, സുഭാഷ് ചേട്ടാ നിധിയേട്ടത്തിയെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയെന്ന് ചോദിക്കും. ആ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയെന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷ് വന്നിട്ട് ചോദിക്കും, എന്ത് പരിപാടിയാണ് സുഭാഷ് ചേട്ടാ നിങ്ങൾ കാണിച്ചത്, നിങ്ങൾ എന്തിനാണ് അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയെന്ന് ചോദിക്കും. പിന്നെ അവൾ എന്ത് വിശ്വസിച്ചാണ് ഇവിടെ താമസിക്കേണ്ടതെന്ന് ചോദിക്കും. ഞങ്ങൾ കാരണമാണോ അവൾ ഹോസ്റ്റലിലോട്ട് മാറിപ്പോയത്, നീ കാരണമല്ലേന്ന് ചോദിക്കും. സുഭാഷ് ചേട്ടൻ ഞാനൊന്നും തെറ്റ് ചെയ്തില്ലല്ലോ, നിൻ്റെ ഭാര്യ ഇല്ലെന്നല്ലേ നീ ഇന്നലെ പറഞ്ഞത്, നിൻ്റെ ഭാര്യ ഉണ്ടല്ലേ അവൾ ഹോസ്റ്റലിലോട്ട് മാറി താമസിച്ചെന്ന് ചോദിക്കും. സുഭാഷ് ചേട്ടൻ ഞാൻ അപ്പോഴത്തെ ഒരു ഇതിൽ മദ്യത്തിൻ്റെ പുറത്ത് അങ്ങനെ പെരുമാറിപ്പോയതാണ്, മദ്യത്തിൻ്റെ പുറത്ത്, നിനക്ക് നീ പഠിച്ചവനല്ലയോടാ, നീ ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷിനെ കുറ്റപ്പെടുത്തുകയാണ്. നികേഷും പറയും, നിങ്ങൾ കാരണമാണ് നിധിയേട്ടത്തി ഇവിടുന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് നികേഷും സുധീഷിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. 4 വർഷത്തു നിന്ന് നികേഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. കാരണം നികേഷിൻ്റെ ഒറ്റ പെരുമാറ്റം കൊണ്ടാണ് നിധി അങ്ങോട്ട് പോയത്. ഉടനെ പറയും നികേഷ് പറയും, എന്നാലും നിധിയേട്ടത്തി ഇനി തിരിച്ചു വരുത്തില്ല സുഭാഷ് ചേട്ടാന്ന് പറയും. എന്തിനാണ് അവൾ പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ, നമുക്ക് വേണ്ടി ഇത്രയും നാൾ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്നു, അവൾക്ക് ഒരു ഭാവിയുള്ള കുട്ടിയെ, അവൾ സന്തോഷമായിട്ട് താമസിക്കട്ടെ, എവിടെ ആണെങ്കിലും അവൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹമെന്ന് സുഭാഷ് പറയും. അപ്പോഴത്തേക്ക് സുധീഷിനാണെങ്കിൽ ഇവരുടെ എല്ലാം കുറ്റപ്പെടുത്തലും കേൾക്കും സഹിക്കാൻ വേറെ സുധീഷ് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അതിനുശേഷം നിധിക്ക് അവിടെ ഇരിക്കുന്നെങ്കിലും നിധിയുടെ മനസ്സ് മുഴുവൻ വീട്ടിലെ കാര്യങ്ങളാണ്. രാത്രിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതും എല്ലാം നിധി ഇങ്ങനെ ആലോചിക്കും. ഹോസ്റ്റലിലാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒരു സമയത്ത് ഫുഡ് വെക്കും, ആ സമയത്ത് എല്ലാവരും കൂടി പോയിരുന്ന് കഴിക്കണം, അത്രയൊക്കെ ഉള്ളൂ. രാത്രി കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. അപ്പോൾ ദിവ്യ ചോദിക്കും, എന്ത് പറ്റി നിധി ഉറക്കം വരുന്നില്ല? വീട് മാറി കിടന്നുകൊണ്ടായിരിക്കും, ഒരു ഉറക്കം കിട്ടുന്നില്ലെന്ന് പറയും. അതിനുശേഷം രാത്രി എല്ലാവരും കിടക്കുകയാണ്. ആ സമയത്ത് നികേഷ് ചോദിക്കും, നിധിയേട്ടത്തി ഇനി ഇങ്ങോട്ട് വരത്തില്ലേ സുഭാഷ് ചേട്ടാന്ന് പറയും. നീ എന്തിനാ മോനെ എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്,
അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നുള്ളത് എന്തൊക്കെ പറയും. അവളിങ്ങോട്ട് മടങ്ങി വരാൻ നമുക്ക് ആഗ്രഹിക്കാം, അത്രയും നമുക്ക് പറ്റത്തോളം എന്ന് പറയും. പിന്നെ തീരുമാനം നിധിയുടെ അല്ലേ എന്ന് പറയും. അപ്പോഴത്തേക്ക് നികേഷ് ഇങ്ങനെ നിധിയുടെ കാര്യം തന്നെ പറയണം. അപ്പോൾ നീ ഒരുപാട് ഇങ്ങനെ ആലോചിക്കാതെ, നിനക്കാണെങ്കിൽ ചെറിയൊരു കാര്യവും ടെൻഷനും കേട്ടാൽ മതി, പിന്നെ പെട്ടെന്ന് പനി വരും. അതുകൊണ്ട് നീ എപ്പോഴും ഇതേക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാതെ നീ തിരിച്ചു വരുമെന്ന് തന്നെ നീ കരുതിയിരുന്നാൽ മതിയെന്ന് പറയും. വെറുതെ ഇനി ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാതിരിക്കും നികേഷ് എന്നൊക്കെ പറയും. എന്നാലും നികേഷ് ഉറങ്ങത്തില്ല. നികേഷ് ഇങ്ങനെ നിധിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത്. അതിനുശേഷം രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹോസ്റ്റലിൽ ചായയൊക്കെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ സാധാരണ വീട്ടിലാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിധി ഫ്രഷായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി സ്ട്രോങ് ചായയൊക്കെ നമ്മുടെ സുഭാഷ് കൊണ്ട് കൊടുക്കും. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ ചായയൊന്നും ആരും എടുത്ത് കൊടുക്കത്തില്ലല്ലോ. ഫ്രഷ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് താഴെ പോയി ചായ കുടിക്കണം. ചായ കുടിച്ചപ്പോൾ തന്നെ തീരെ വളരെ മോശം ചായയാണ്. ഹോസ്റ്റലിലെ ഫുഡ് വളരെ മോശമാണെന്നുള്ള കാര്യം ദിവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും മോശമാണെന്ന് നിധി കരുതിയില്ല. അതിലപേക്ഷിച്ച് നോക്കുമ്പോൾ സുഭാഷായിട്ട് ഉണ്ടാകുന്ന എന്ത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോഴത്തേക്ക് നിധി ഇങ്ങനെ അത് തന്നെ ആലോചിക്കുകയാണ്. അതിനുശേഷം രാവിലെ ഇങ്ങനെ ഹോസ്റ്റലിൻ്റെ ആ ജനൽഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഭാസ്കരൻ വന്ന് താഴെ നിൽക്കുന്നു. അയ്യോ അച്ഛനല്ലേ, അച്ഛനെന്താ ഈ സമയത്ത്, അതും ഇത്ര രാവിലെ എന്നുള്ള നിധി താഴെ ഇറങ്ങി ചെല്ലും. അച്ഛനെന്താ ഞാൻ മോളെ ഒന്ന് കാണാൻ വന്നു. ഇവിടെ ഗസ്റ്റ് അലൗഡ് അല്ലെന്ന് പറയും. അത് എനിക്ക് മോളെ കണ്ടാൽ മതി, ഞാൻ അകത്തോട്ട് കയറുന്നില്ല, പുറത്ത് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ നിധി ഇറങ്ങി വരികയാണ്. അങ്ങനെ നിധി ഭാസ്കരനോട് സംസാരിക്കുന്നുണ്ട്. മോളെ, ഇന്നലെ സുധീഷ് മോളോട് മോശമായിട്ട് പെരുമാറി, അത് അവനല്ല അതിന് കാരണം, ഞാനാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയും. എന്താ വെച്ചാൽ അത് മോളെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി, ഇതുവരയ്ക്കും നീ അവനെ ഒരു ഭർത്താവായി കാണുന്നില്ലെന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞാൽ, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ എന്തായി കാണിച്ചത്, അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ സുധീഷിനോട് പറഞ്ഞതെന്ന് ചോദിക്കും. ഞാൻ അപ്പോഴത്തെ ഒരു ഇതിലങ്ങ് പറഞ്ഞു പോയത്, പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. വേണ്ട അച്ഛൻ ഇനി സുധീഷിനെ ന്യായീകരിച്ച് സംസാരിക്കേണ്ട. ഒരിക്കലും സുധീഷിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കിനി അങ്ങോട്ട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയത്തില്ല അച്ഛാ. അല്ലെങ്കിൽ മോളെ, നീ ഒന്നുകൂടി ആലോചിക്കണം. നീ ഇല്ലാത്തതുകൊണ്ട് ആ വീട്ടിലോട്ട് കയറാൻ പോലും ആർക്കും മനസ്സ് വരുന്നില്ല. എല്ലാവരും ഓരോ ഭാഗത്തിരിഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അത് കണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹത്തോടാണ് വിളിക്കുന്നത്, മോൾ തിരിച്ചു വരണമെന്നൊക്കെ പറയും. ഇല്ല അച്ഛാ, എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ നിധി പറയും. പക്ഷേ ഭാസ്കരൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഭാസ്കരൻ പറഞ്ഞാൽ തള്ളിക്കളയത്തില്ലെന്ന്. പക്ഷേ നിധിയുടെ കടുത്ത തീരുമാനമായിരുന്നു. ശരി മോളെ, എങ്കിൽ അച്ഛൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അങ്ങ് പോവുകയാണ്. നിധിക്ക് നല്ല വിഷമമുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും. പക്ഷേ സുധീഷിൻ്റെ ആ ഒരു പെരുമാറ്റം നിധിയുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായാതെ കിടക്കുകയാണ്. അതിനുശേഷം രാവിലെ ഫോണിനകത്ത് തുരിതരം മെസ്സേജ് വരികയാണ്. സുധീഷ് ഇങ്ങനെ സോറി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിധി അതിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. അങ്ങനെ നിധി ഭാസ്കരൻ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി നിധിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളും തുടർന്നുള്ള കഥകളും ഒക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായി നാളെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.